പഴമ്പാലക്കോട് തോട്ടുംപള്ള പീച്ചംകോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. തരൂർ പഴമ്പാലക്കോട് തോട്ടുംപള്ള പീച്ചങ്കോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 26, 27, 28, ധനു 10, 11, 12 എന്നീ തീയതികളിലായാണ് തിരുവാതിര മഹോത്സവം. ഗണപതി ഹോമത്തോടുകൂടിയാണ് തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വർഷം തോറും നടത്തിവരാറുള്ള തിരുവാതിര മഹോത്സവത്തിന്റെ സംഘാടകർ ക്ഷേത്ര കമ്മിറ്റിയാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ അമ്മയാണ്. മൂലസ്ഥാനം ഗണപതിക്കും. ശിവനും വിഷ്ണുവും നാഗസാന്നിധ്യവുമുണ്ട്. ഗുരുനാഥൻ, തെണ്ടൻകണ്ടൻ, കണ്ഠകർണൻ എന്നിവരുടെയും പ്രതിഷ്ഠകളും ഉണ്ട്. നിത്യപൂജകളും നടന്നുവരുന്നു. ക്ഷേത്രം അധികാരി PK സുകുമാരൻ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവ ചടങ്ങുകളെക്കുറിച്ച് സംസാരിക്കുന്നു. തിരുവാതിരയ്ക്ക് ഭഗവതി പാട്ട് അങ്ങനെ പൂർവികന്മാരുണ്ടാക്കി വെച്ചതായിരുന്നു. അത് ഞങ്ങളിപ്പോൾ ഉത്സവമാക്കി മാറ്റി പൂർവാധികം ശക്തിയോടുകൂടിയിട്ടും ഭംഗിയായിട്ടും ഇപ്പം ഞങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഭഗവതി അതിന് അനുഗ്രഹിക്കണമുണ്ട്. തിരുവാതിര പൂർവികന്മാരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പാട്ട് കഴിക്കുന്നത് ഇവിടെ എൻ്റെ ചെറുപ്പത്തിൽ വന്നിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മുത്തശ്ശന്മാർ ഇവിടെ വന്ന് പാട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരന്ന് പറഞ്ഞു തരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം അവരൊക്കെ പോയി ഇപ്പം പുതിയ ആൾക്കാരാണ് അവരുടെ പൂർവികന്മാരൻ അവരെന്നെയാണ് വന്ന് ഇപ്പോഴും പാട്ട് നടത്തുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുവാതിര മഹോത്സവം നടക്കുന്നത്. പരികർമ്മി കിഷോറാണ്. പൂജാരിമാരായ മാധവൻ, വാസു എന്നിവരാണ് നിത്യമുള്ള ക്ഷേത്രത്തിലെ വിശേഷ ചടങ്ങുകൾ നടത്തുന്നത്. ചൊവ്വാഴ്ച ദീപാരാധന, കളപ്പച്ചാർത്ത്, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. തോട്ടുംപള്ള ആതിര ഓഡിറ്റോറിയത്തിലാണ് കലാപരിപാടികൾ നടത്തിയത്. തരൂരിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലയന സുരേഷ് മുഖ്യാതിഥിയായി ഗാനങ്ങൾ ആലപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഖജാൻജി PK വാസൻ ഉത്സവത്തെക്കുറിച്ച് വിശദമാക്കി. ഇത് പൂർവികമായിട്ടുള്ള ഒരു കൊടുങ്ങല്ലൂരമ്മ ക്ഷേത്രമാണ്. അതിനോട് ബന്ധപ്പെട്ട് നമ്മളുടെ കാരണന്മാരായിട്ട് ഓരോന്ന് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതും അതിനെ ഞങ്ങൾ പരമാവധി വൃത്തിയാക്കി കൊണ്ടുപോകണം എന്നുള്ള ഈ നിലയ്ക്കുള്ള ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് അമ്പലം. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ പ്രതിഷ്ഠ ആദ്യം ഇതിനു മുമ്പ് പ്രതിഷ്ഠകളല്ലായിരുന്നു. അതിനു മുമ്പ് പ്രതിഷ്ഠ ഇപ്പം നടത്തിയിട്ടുണ്ടായിരുന്നത് കൊല്ലങ്കോട് ചന്ദ്രവാദിയർ എന്ന് പറഞ്ഞിട്ടുള്ള മഹാപ്രബൽഘനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ചിട്ട് ഈ പ്രതിഷ്ഠ നടത്തി തന്നിട്ടുള്ളത് തന്ത്രിയായിട്ട്. മാത്രമല്ല പല സഹായങ്ങളും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതാണ് ആളുടെ ഇത്. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ തിരുവാതിര ഉത്സവത്തിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ അതിൻ്റെ കാർമ്മികത്വം ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട് കുടുംബപരമായിട്ടുള്ള ഒരു പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു വാസു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പൂജാരിയെ വെച്ചുകൊണ്ടിട്ടുള്ള ഇതുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ കൂടെ നിത്യപൂജ മുടങ്ങാതെ കണ്ട് ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഭഗവതി സഹായത്തോടു കൂടി ഒരു ഇതാണ് എന്നുള്ളത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ആദ്യം മാസത്തിൽ ഒരു പ്രാവശ്യം പൂജയുണ്ടായിരുന്നത് ഇന്ന് നിത്യപൂജ രാവിലെയും വൈകുന്നേരത്തും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുത്തിത്തന്നത് ആ ഭഗവതിയുടെ ഒരു സഹായമാണ് എന്നുള്ളത് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ബുധനാഴ്ച കാലത്ത് 9 മണി മുതൽ ഭഗവതി പാട്ട് ആരംഭിച്ചു. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയും നടന്നു. വ്യാഴാഴ്ച പൊലിപ്പാട്ട്, നടയടയ്ക്കൽ എന്നിവയോടുകൂടി തിരുവാതിര മഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ ഈ വർഷം ഉത്സവം ലഘൂകരിച്ചിരിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് ആറും തൃശൂർ, പാലക്കാട് ജില്ലകളിലായി അത്യപൂർവമായി നടത്തിവരുന്ന തിരുവാതിര മഹോത്സവത്തെക്കുറിച്ച് വിവരിച്ചു. ഇത് പീച്ചങ്കോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയാണ്. ഇത് നേരത്തെ ക്ഷേത്രമായിരുന്നില്ല, ചെറിയൊരു മണ്ഡപപ്പരയായിരുന്നു. അപ്പോൾ എൻ്റെ മുത്തശ്ശനായിരുന്നു ഇതിലെ കോമരുണ്ടായിരുന്നത്. പുള്ളി ഇപ്പം മരിച്ചിട്ട് ഒരു 25 വർഷമായി. അതിനുശേഷം ഇതുവരെ കോമരൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞങ്ങളൊരു 14 വർഷമായിട്ട് ഇത് ക്ഷേത്രമാക്കി പ്രതിഷ്ഠ നടത്തി ക്ഷേത്രമാക്കി മാറ്റി. അന്നത്തെ നമ്മുടെ പിതാക്കന്മാരൊക്കെ കൂടി ഇതിനെ നല്ല രീതിയിലൊരു ക്ഷേത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സജീവമായിട്ട് മുന്നോട്ട് വന്ന് ഇപ്പോൾ 3 ദിവസത്തെ പരിപാടിയാണ്. സാധാരണ ഞങ്ങൾ ഇവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് ഭഗവതി പാട്ടാണ്. അത് ഈ വർഷം 3 ദിവസം ഇല്ല, 2 ദിവസമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു ദിവസം ഈ പാട്ടിന് പകരം ഞങ്ങളൊരു
പുതിയതായിട്ട് ചെറുപ്പക്കാരുടെ ആഗ്രഹപ്രകാരം നൃത്തനൃത്യങ്ങളും ഈ സ്റ്റേജ് പ്രോഗ്രാമായിട്ടാണ് ഈ വർഷം നടത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഭഗവതിയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CCV ന്യൂസ് തരൂർ.